പല്ലാകെ കേടാണല്ലോ, എനിക്ക് നോമ്പുണ്ട്, എൻ്റെ നോമ്പ് മുറിഞ്ഞു പോവുമോ? തീർച്ചയായിട്ടും പല്ലിൻ്റെയും തൊലിയുടെയും ഒക്കെ ആയിട്ട് മൈനർ ആയിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയർ എടുത്താൽ നോമ്പ് മുറിയുമോ എന്നുള്ള. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള ചെറിയ ചെറിയ മെഡിക്കൽ കെയറുകൾ ഈ റമദാൻ മാസത്തിൽ എടുക്കുന്നത് പേടി കൊണ്ട് ഒഴിവാക്കാറുണ്ട്. പക്ഷേ സത്യം മറ്റൊന്നാണ്. ഇപ്പോൾ ഒരു ഡെൻ്റൽ ചെക്കപ്പ് ചെയ്തുകൊണ്ടോ അതിനുള്ളിലേക്ക് ഫില്ലിങ് ചെയ്താലോ ഒരു ലോക്കൽ അനസ്തീഷ്യ കൊടുത്തുകൊണ്ടോ ചെറിയ ചെറിയ സ്കിൻ പ്രൊസീജിയർ ചെയ്തുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല. ആക്സിഡൻ്റ് ആയിട്ട് പെട്ടെന്ന് നമ്മളതങ്ങ് സ്വാലോ ചെയ്തു പോയി, അതും നോമ്പ് മുറിച്ച് കളയില്ല. പക്ഷേ മേജർ സർജറി ചെയ്യാണ്, IV ഫ്ലൂയിഡ് കൊടുക്കേണ്ട, ഗ്ലൂക്കോസ് കയറ്റേണ്ട പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോമ്പ് മുറിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഒരു ചികിത്സ വൈകിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതിനേക്കാളും നഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം.